നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ജീവിത ചക്രത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ കുട്ടിക്കാലത്ത് എത്ര നല്ല രസമായിരുന്നു. രാവിലെ എഴുന്നേൽക്കുക, ആഹാരം കഴിക്കുക, ട്യൂഷന് പോവുക, സ്കൂളിൽ പോകുന്നു, വൈകുന്നേരം വരുന്നു, കളിക്കുന്നു, സന്ധ്യയ്ക്ക് ദുആ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കുന്നു, സുഖമായിട്ട് ഇറങ്ങുന്നു, പിറ്റേ ദിവസം ഇത് തന്നെ. പിന്നെ ഒരു 20-22 ആ വയസ്സ് ആ പ്രായം ഒന്ന് ആലോചിക്കുക. നമ്മുടെ പഠിത്തമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ജോലി കണ്ടുപിടിക്കണം. പിന്നെ ജോലി കണ്ടുപിടിച്ചാൽ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് രാവിലെ എഴുന്നേൽക്കണം, ഫുഡ് കൊണ്ടുപോകാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം, ഉമ്മാനെ സഹായിക്കണം. പിന്നെ ജോലിക്ക് പോകണം, കൃത്യസമയത്ത് 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ 9 മണിക്ക് തന്നെ നമുക്കവിടെ ചെല്ലണം. ജോലി ചെയ്യുന്നു, അത്രയും ടെൻഷനില്ല. കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടാകും, പക്ഷെ നമ്മൾ മാനേജ് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ സന്ധ്യയാകുമ്പം ദുആ ഒക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങുന്നു. അങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. കുറച്ചുകൂടെ ഇച്ചിരി കൺജസ്റ്റഡ് ആണെങ്കിൽ കുറച്ചൊരു ഫ്രീ ലൈഫ്. പിന്നീടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞുള്ള കാര്യം. രാവിലെ എഴുന്നേൽക്കണം. കല്യാണം കഴിച്ച ആദ്യ നാളുകളിലെ കാര്യമാണ് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേൽക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ 9 മണിക്ക് മുമ്പ് എല്ലാ ജോലികളും തീർത്ത് ജോലിക്ക് പോകണം. ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കണം. വീട്ടിൽ പ്രായമുള്ളവരാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മൾ തിരിച്ചു വന്നാലും ചെറിയ ടെൻഷൻസ് ഉണ്ടാവും. അതായത് ചെറിയ ടെൻഷനുകളെ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പിന്നെ ദുആ ചെയ്യുന്നു, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു, നമ്മൾ ഒരുമിച്ച് ഉറങ്ങുന്നു, വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കുന്നു. നമുക്കൊരു കുട്ടിയായി കഴിയുമ്പോഴുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിക്കേ. 5 മണിക്ക് എഴുന്നേറ്റാലും നമ്മുടെ ജോലി തീരുമോ? ഇല്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വീട്ടു ജോലികളെല്ലാം ഒതുക്കിയാലും സ്കൂൾ ബസ്, സ്കൂളിൽ കൊണ്ടുവിടണം. സ്കൂളിൽ പോകാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പറയുകയും വേണ്ട, അവർക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കാൻ തന്നെ എത്ര സമയമാണ് ഒരു ദിവസം ചിലവഴിക്കുന്നു. 1 മണിക്കൂറെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ചിലവാകും ചെറിയ കുഞ്ഞുങ്ങൾക്ക്. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ലഞ്ച് റെഡിയാക്കണം. നമ്മുടെ നമുക്ക് സമയമില്ല. നമുക്ക് ഫുൾ ബിസി. എത്ര ചെയ്താലും നമ്മുടെ ജോലികളൊന്നും തീരത്തില്ല. പകുതി ജോലി പെൻഡിങ്ങിൽ ഇട്ടിട്ടായിരിക്കും മിക്കവാറും നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് കഴുകാൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതുപോലുള്ള പകുതി ജോലികൾ നമ്മൾ ഇനി വൈകുന്നേരം വന്ന് തുടയ്ക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ഓഫീസിൽ പോയാലും ഓഫീസിലെ ടെൻഷൻ, വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻ, പിന്നെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോഴോട്ടെ, കുട്ടികൾക്ക് വല്ല പനിയോ വല്ലതും ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. വീട്ടിൽ പ്രായമായവരുള്ളെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിലേറെ ടെൻഷൻ. പിന്നെ വൈകുന്നേരം വന്നാൽ നമുക്ക് റെസ്റ്റ് ഉണ്ടോ? വൈകുന്നേരം വന്നാൽ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. കുട്ടികളുടെ കാര്യം, ഈ ബാക്കി വെച്ചിരിക്കുന്ന തുണികൾ വിരിക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ ബാക്കി നോക്കണം. പനിയുള്ളവരുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കണം, തുണികളെടുത്ത് വിരിക്കാനുള്ളത് വിരിക്കണം, തുടയ്ക്കാനുണ്ടെങ്കിൽ തുടയ്ക്കണം. എന്നാലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഒരു 12 മണിയായാലും സ്ത്രീകളുടെ ജോലി തീരത്തില്ല. പിറ്റേ ദിവസം ഇന്നത്തെ ജോലിയുടെ ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം 4 ഇരട്ടിയായിരിക്കും നമുക്ക് വർക്ക്. അങ്ങനെ നമ്മുടെ ജീവിതചക്രം ഓരോ ലെവലിൽ മുന്നോട്ട് പോകുമ്പോഴും ഭാരം കൂടിയാണ് വരുന്നത്. കുട്ടികളൊക്കെ വളർന്ന് പഠിക്കാറായി കഴിയുമ്പോൾ പഠിക്കുമ്പോഴും നമുക്ക് ടെൻഷനാണ്. അവരുടെ ഫീസിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ. ഇതേ സെയിം റുട്ടീൻ തന്നെ ആയിരിക്കും. പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ആവുന്നത് എപ്പോഴാണ്? ഇവരെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞ് ഇവരെയൊക്കെ ഒരു പ്രാപ്തിയായി കഴിയുമ്പോഴായിരിക്കും നമുക്കൊരു റെസ്റ്റ് വരുന്നത്. പക്ഷെ അപ്പോഴും നമ്മുടെ ശരീരം നമുക്ക് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന സമയമായിരിക്കും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കാൻ കഴിയുന്നില്ല. ഇതിലെവിടെയാണ് സ്ത്രീകൾക്ക് സന്തോഷം? എവിടെയാണ് സ്ത്രീകൾക്കൊരു റെസ്റ്റ്? നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ചെറിയ പീരീഡിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ റെസ്റ്റും സന്തോഷവും നമ്മുടെ മനസ്സമാധാനവും മനസ്സുഖവും ഒക്കെ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള ജീവിതം വളരെ ടെൻഷൻ നിറഞ്ഞാണ്. എങ്കിലും അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തന്നെയല്ലേ?